വെൽക്കം ടു ഇൻഡോഡമി. ദിസ് ഈസ് ജംഷിദ്. നമ്മുടെ +1 കൊമേഴ്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ സെറ്റ്സ് എന്ന വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ 10ാം ക്ലാസ് വരെ നമ്മുടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കളക്ഷൻസ് ആണ് അല്ലേ? ഒരു സെറ്റ്, സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? കളക്ഷൻസ് ആണ്, അതായത് ഒരു കൂട്ടം. അപ്പോൾ നമുക്ക് പലതരം കൂട്ടങ്ങളും നമ്മൾ കണക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സംഖ്യകൾ. ചെറിയ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ സംഖ്യകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സംഖ്യകളെല്ലാം കൂട്ടങ്ങളാണോ? അതായത് ഒരു കളക്ഷൻ, ഒരു ഗ്രൂപ്പാണോ നമ്മൾ പഠിച്ച സംഖ്യകളെല്ലാം? അപ്പോൾ ആദ്യം പഠിച്ച സംഖ്യകൾ നോക്കുകയാണെങ്കിൽ എണ്ണൽ സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്. എന്തായിരുന്നു എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? 1, 2, 3 എക്സെട്ര. അതായത് 1, 2, 3 എക്സെട്ര ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യക്കാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. അതൊരു കൂട്ടമാണോ? ഒരു കളക്ഷനാണോ? അതെ. അതായത് 1, 2, 3 എങ്ങനെ പോകുന്ന ഒരു വലിയൊരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ കൂടുതലും പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ടേംസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, സംഖ്യകളുടെ പ്രത്യേകതകളെല്ലാം, വിവിധ തരം സംഖ്യകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ടേംസ് ആണ് നിങ്ങളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? 1, 2, 3 എക്സെട്ര ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകളാണെന്ത്? നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് 2 ഭാഗമാക്കാം. ഏതൊക്കെയാണ്? ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. എങ്ങനെയായിരുന്നു ഈവൻ നമ്പേഴ്സ്? ഇരട്ട സംഖ്യകൾ 2, 4, 6 എക്സെട്ര, 2, 4, 6 എക്സെട്ര ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യക്ക് പറയുന്ന പേരായിരുന്നു എന്ത്? ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. അപ്പോൾ എന്തായിരുന്നു ഒറ്റ സംഖ്യകൾ? ഒറ്റ സംഖ്യകൾ എങ്ങനെയാണ് പോവുക? 1, 3, 5, 7 എക്സെട്ര ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യക്ക് പറയുന്ന പേരാണെന്ത്? ഓഡ് നമ്പേഴ്സ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് എത്ര ഭാഗങ്ങളാക്കി മാറ്റാം? ഈവൻ നമ്പേഴ്സ് എന്നാക്കി മാറ്റാം, ഓഡ് നമ്പേഴ്സ് എന്നാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ശേഷം പഠിച്ച നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. എന്തായിരുന്നു? പലതരം നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? ഒരു വരയുണ്ടാവും, അതിൻ്റെ മുകളിലൊരു സംഖ്യയും അടിയിലൊരു സംഖ്യയും വരുന്നതിനാണ്. അതായത് A/B എന്നാണെങ്കിൽ A/B അടിയിലും മുകളിലും ഒരു സംഖ്യ എഴുതുന്ന, ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകൾക്കാണ് എന്ത് പറഞ്ഞത്? ഫ്രാക്ഷൻസ്, ഭിന്ന സംഖ്യകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2/3, 5/7, 10/20 ഇതെല്ലാം എന്താണ്? ഫ്രാക്ഷൻസ് ആണ്, ഭിന്നസംഖ്യകളാണ്. പിന്നെ എന്തായിരുന്നു പഠിച്ച കാര്യങ്ങൾ? 9ാം ക്ലാസ്സിൽ രേഖീയ സംഖ്യകൾ, റിയൽ നമ്പേഴ്സ് എന്നൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റിയൽ നമ്പേഴ്സിനെ എന്താണ് ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച നമ്പേഴ്സും ഇനി പഠിക്കാൻ പോകുന്ന നമ്പേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ കൂട്ടമാണെന്ത്? കളക്ഷൻ ഓഫ് ഓൾ നമ്പേഴ്സ് ആണെന്ത്? റിയൽ നമ്പേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തുള്ള എല്ലാ നമ്പേഴ്സും ഏതിൽ വരും? റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകളിൽ വരും.
ആ റിയൽ നമ്പേഴ്സിനെ നിങ്ങൾ എത്ര ഭാഗമാക്കാൻ പഠിച്ചിട്ടുണ്ട്? 2 ഭാഗമാക്കാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? ഭിന്നക സംഖ്യ, അഭിന്നക സംഖ്യകൾ. അപ്പോൾ ഇംഗ്ലീഷ് ടേംസ് ആണ് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കേണ്ടത്. റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പം എല്ലാ സംഖ്യകളെയും നമ്മൾ എന്താക്കി മാറ്റി? 2 ഭാഗമാക്കി മാറ്റി. എന്താ റാഷണൽ നമ്പേഴ്സ്? ഭിന്നക സംഖ്യകൾ. അതിലെന്തായിരുന്നു വരിക? അതും P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ തന്നെയായിരുന്നു. പിയും ക്യൂവും എന്ത് സംഖ്യകളാവണം? ഇൻഡിജേഴ്സ് ആവണം, പൂർണ്ണസംഖ്യകളാവണം. അപ്പം എന്താ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നടുവിലൊരു 0 വരും. വലതുഭാഗത്ത് പോകുമ്പോൾ സംഖ്യകൾ എന്താവും? കൂടും. ഇടതുഭാഗത്ത് പോകുന്ന സംഖ്യകൾ എന്താവും? കുറയും. അപ്പം എങ്ങനെയാ പോവുക? 0, 1, 1, 2, 3 എക്സെട്ര. 0, 1, 2, 3 എക്സെട്ര. ഇടതുഭാഗത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? -1, -2, -3 എക്സെട്ര. അപ്പോൾ ഇൻഡിജേഴ്സ് പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 0 നടുവിലുണ്ട്, 1, 2, 3 എക്സെട്ര, -1, -2, -3 എക്സെട്ര. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? കുറച്ച് നമ്പേഴ്സ് പിന്നെയും കിട്ടി. ഏതൊക്കെയാണ്? പോസിറ്റീവ് നമ്പേഴ്സ്, അതിസംഖ്യകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതിൽ നിന്നാണ് നമ്മൾ പോയത്? റാഷണൽ നമ്പേഴ്സ്, ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q രൂപത്തിൽ എഴുതാൻ പറ്റണം. അതിൽ പിയും ക്യൂവും എന്താവണമെന്ന് പഠിച്ചിട്ടുണ്ട്? ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകളാവണം. 5/-1 എന്താണ്? റാഷണൽ നമ്പറാണ്. 10/25 എന്താണ്? റാഷണൽ നമ്പറാണ്. 4/√2 വന്നാൽ എന്തായിരിക്കും? ഈ √2 ഇൻഡിജർ ആണോ? അല്ല. ഈ റൂട്ട് നമ്പേഴ്സ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? റാഷണൽ നമ്പേഴ്സ് പറഞ്ഞു. ഇറാഷണൽ നമ്പേഴ്സ് ആണ് അടുത്തത്. റാഷണൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും പറയുന്ന പേരാണെന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പം എന്താണ്? √2, √3, √4 ഇങ്ങനെ തുടർന്ന് പോകുന്നത് എല്ലാം ഇറാഷണൽ നമ്പേഴ്സിൽ വരുമോ? √4 എന്ന് പറഞ്ഞാൽ എന്താ? √4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നമുക്കറിയാം. 2 അല്ലേ? 2ൻ്റെ സ്ക്വയർ അല്ലേ 4? അപ്പോൾ √2ൻ്റെ സ്ക്വയർ ആണെന്ത്? 4. അപ്പോൾ √4 ആണെന്ത്? 2. അപ്പോൾ നമുക്ക് √4 ഇറാഷണൽ നമ്പർ അല്ല. അപ്പോൾ റൂട്ട് ഇല്ലാത്ത നമ്പേഴ്സ് എല്ലാം എന്തിൽ വരും? ഇറാഷണൽ നമ്പേഴ്സ് വരും, അഭിന്നക സംഖ്യകൾ. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളുടെയും കളക്ഷൻസ് ആണ്, കൂട്ടമാണ്. അപ്പോൾ അത് റാഷണൽ നമ്പറാണ്, ഇറാഷണൽ നമ്പറാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വൃത്തങ്ങളുടെ സമവാക്യം, സർക്കിൾസിൻ്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പൈ കേട്ടിട്ടുണ്ടാവും. എന്തായിരുന്നു പൈ എന്ന് പറഞ്ഞാൽ? പൈയുടെ ഏകദേശ വില എന്തായിരുന്നു? 3.14 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൈ എന്ന വാല്യൂവിൻ്റെ ഏകദേശ വില. അപ്പോൾ അത് ഏതിലാണ് വരിക? പൈ എന്നതും ഏതിലാണ് വരിക? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ അഭിന്നക സംഖ്യകൾ. ഇപ്പോൾ റിയൽ നമ്പേഴ്സിന് എത്ര ഭാഗമാക്കി? 2 ഭാഗമാക്കി. റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. ഇപ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച സംഖ്യാകൂട്ടങ്ങൾ, കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇതെന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ +1 ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? സെറ്റ്സ്. അതിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കൂട്ടമാണ്, കളക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റ്സ് എന്ന ചാപ്റ്റർ നമ്മുടെ 1ാമത്തെ ചാപ്റ്ററാണ്. അതിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1ാമത്തെ ചാപ്റ്റർ കളക്ഷൻസ് ആണ്. ഒരു കൂട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് നമ്മുടെ എല്ലാ ചാപ്റ്ററിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ +1 ആവശ്യമുള്ളതാണെങ്കിൽ +2 എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ 2 വർഷക്കാലം നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഏത് ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നത്? 1ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നത്.